പാർലറിലേക്ക് പോകാനായി ഒരു ഓട്ടോയ്ക്ക് കൈ കാണിക്കുകയാണ്. സച്ചി അവരെ കണ്ട് ഓട്ടോ നിർത്തുന്നുണ്ട്. സച്ചിയെ ഓട്ടോക്കാരന്റെ വേഷത്തിൽ കണ്ട് ശ്രുതി ആകെ ഷോക്കായി നിൽക്കുവാണ്. എടി ഇത് അയാളല്ലേ എന്ന് മീര ചോദിക്കുമ്പോ എയാളും എന്ന് ചോദിക്കുവാണ് സച്ചി. ശ്രുതി നിന്റെ ഹസ്ബൻഡിന്റെ അനിയനെ പോലെ ഇല്ലേ ഇയാളെ കാണാൻ എന്ന് മീര ചോദിക്കുമ്പോ അവന്റെ അനിയനല്ല ഞാൻ, അവൻ എന്റെ ചേട്ടനാണ് എന്ന് സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് മീര പറയുമ്പോ നിങ്ങൾ എന്തിനാ ഓട്ടോ ഓടിക്കുന്നേ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. ഓടിച്ചാൽ എന്താ പ്രശ്നം, കൈ കാണിച്ചില്ലേ, എവിടേക്ക് പോകണം എന്ന് ചോദിക്കുവാണ് സച്ചി. പാർലർ വരെ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഓട്ടോയിൽ കയറുകയാണ്. ഓട്ടോയിൽ വെച്ച് സച്ചി തന്റെ ഫ്രണ്ടിനെ കോൾ ചെയ്ത് ശ്രുതിയുടെ മുന്നിൽ അഭിനയിക്കുവാണ്. ഓട്ടോ എന്റെ കയ്യിലില്ലടാ, ഫ്രണ്ടിന്റെ കയ്യിലാണ്. അവന്റെ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി കാർ കൊണ്ടുപോയിരിക്കുമല്ലേ, ഒരാഴ്ച കഴിഞ്ഞ് കാർ എത്തിക്കും, അതുവരെ ഞാൻ ഓട്ടോയാ ഓടിക്കുന്നേ എന്നൊക്കെ ശ്രുതി കേൾക്കാനായി കള്ളം പറയുവാണ് സച്ചി. പാർലറിന് മുന്നിൽ എത്തിയപ്പോ ശ്രുതിയും കൂട്ടുകാരിയും കാശ് കൊടുക്കാതെ പോകുന്നുണ്ട്. എന്താ പാർലറമ്മേ, കാശ് പിന്നെ ആരും കൊടുക്കും എന്ന് പറഞ്ഞ് സച്ചി അവരെ തടയുകയാണ്. നിങ്ങളുടെ വീട്ടിലെ പെണ്ണിനെയല്ലേ ഇറക്കി വിട്ടത്, അതിനെന്തിനാ കാശ് ചോദിക്കുന്നേ എന്ന് മീര ചോദിക്കുന്നുണ്ട്. പെട്രോൾ പമ്പിൽ എന്താ എന്റെ വീട്ടിലെ പെണ്ണാണോ ജോലി ചെയ്യുന്നത്, അവിടെ ആരും ചുമ്മാ പെട്രോൾ അടിച്ച് തരാറില്ല എന്ന് സച്ചി പറയുന്നുണ്ട്. ഏയ് കാശ് കൊടുത്തിട്ട് വാടി എന്ന് ശ്രുതി ദേഷ്യത്തിൽ പറഞ്ഞപ്പോ മീര സച്ചിക്ക് ഓട്ടോ കാശ് കയ്യിൽ കൊടുക്കുന്നുണ്ട്. പിന്നീട് സച്ചിയുടെ അടുത്തേക്ക് ഒരു പരിചയക്കാരൻ വന്ന് കാർ എവിടെ സച്ചി എന്ന് ചോദിക്കുമ്പോ കാർ വിറ്റു ചേട്ടാ, ഇപ്പോ ഓട്ടോ ഓടിച്ചാ ജീവിക്കുന്നേ എന്ന് സച്ചി അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ മാറി നിന്നും ശ്രുതിയും കൂട്ടുകാരിയും കേൾക്കാൻ ഇടയാവുന്നുണ്ട്. സച്ചി ഓട്ടോയിൽ വെച്ച് ഇങ്ങനെയല്ലോ സംസാരിച്ചത് എന്ന് മീര ചോദിക്കുമ്പോ കാർ വിറ്റ കാര്യം ഞാൻ അറിയാതിരിക്കാനാ അവൻ ഓട്ടോയിൽ വെച്ച് അഭിനയിച്ചത്, അപ്പൊ അവനിപ്പോ കാറില്ല, ഇത് വിട്ടാ പറ്റില്ലടി, നീ പാർലറിലേക്ക് പോയിക്കോ, ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ശ്രുതി തന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. എന്താ ശ്രുതി പോയ ഉടൻ തന്നെ വന്നത് എന്ന് ശ്രുതി ചോദിക്കുമ്പോ നിന്റെ അനിയൻ സച്ചി ഓട്ടോ ഓടിക്കുകയാ എന്ന് ശ്രുതി പറയുമ്പോ അവൻ ഓട്ടോ ഓടിക്കാനൊക്കെ അറിയാം, ചെറിയ വയസ്സിലെ അവൻ ഒരുപാട് നാള് ഓട്ടോ ഓടിച്ച് ജീവിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഒരു വിഷയമാണോ ശ്രുതി എന്ന് ശ്രുതി ചോദിക്കുവാണ്. അതല്ല ശ്രുതി, അവനിപ്പോ കാർ വിറ്റ് ഓട്ടോ ഓടിക്കാൻ തുടങ്ങി എന്ന് ശ്രുതി പറയുമ്പോ അങ്ങനെയാണോ, എന്തെങ്കിലും ഓടിച്ചോട്ടെ നമുക്കെന്താ എന്ന് ചോദിക്കുവാണ് ശ്രുതി. എന്താ ശ്രുതി നീ മാത്രം ഇങ്ങനെ, നീ പണം എടുത്തിട്ട് ഓടിപ്പോയവനാണെന്ന് അങ്ങനെ പറഞ്ഞ് അവൻ എത്ര തവണ ഇൻസൾട്ട് ചെയ്തു, ഇപ്പൊ വീട്ടിൽ പറയാതെ അവൻ കാർ വിറ്റു, ഈ വീടിന്റെ പ്രമാണം വെച്ചാണ് അങ്കിൾ ആ കാർ വാങ്ങി കൊടുത്തത്, ഇക്കാര്യം ഞാൻ അങ്ങനെ ചുമ്മാ വിടാൻ പോകുന്നില്ല, നിന്റെ അനിയൻ എത്ര തവണ നമ്മളെ അപമാനിച്ചു, പറയേണ്ടവരോട് ഞാനിത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ശ്രുതി ചന്ദ്രയുടെ അടുത്തേക്ക് വരുവാണ്. ആന്റി അറിഞ്ഞില്ലേ, ആ സച്ചി ഇപ്പോ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ലേ, ഓട്ടോ ഓടിച്ച് ജീവിക്കുവാണ് എന്ന് ശ്രുതി പറയുമ്പോ അവന്റെ നിലക്കും അത് തന്നെയാ നല്ലത്. ശ്രീകാന്തിനെയും ശ്രുതിയെയും പോലെ വലിയ വീട്ടിന് ബന്ധം അവന് കിട്ടിയില്ലല്ലോ, അങ്ങനെ കിട്ടിയിരുന്നെങ്കിലേ അവൻ വലിയ ആളായനെ. ഇപ്പൊ ഓട്ടോ, അടുത്തത് സൈക്കിള്, അങ്ങനെയൊക്കെ ഓടിക്കേണ്ടി വരും അവന്, അവൻ എന്ത് വേണമെങ്കിലും ഓടിച്ചോട്ടെ നമുക്ക് എന്താ ഇപ്പോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ എന്താ ആന്റി നിങ്ങളും ശ്രുതിയെ പോലെ സംസാരിക്കുന്നത്, ആ കാർ വാങ്ങിയത് ഈ വീടിന്റെ പ്രമാണം വെച്ചല്ലേ, ആ കാർ വിറ്റെങ്കിൽ ആ പണം എവിടെ പോയി, അത് നമ്മുടെ വീട്ടിലേക്കല്ലേ വരേണ്ടത് എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അത് ശരിയാണല്ലോ മോളെ, ചോദിക്കേണ്ടത് തന്നെയാണ്, ആ പണം അവൻ എന്ത് ചെയ്തു എന്നൊക്കെ ചന്ദ്ര ആലോചിക്കുന്നുണ്ട്. സച്ചി വന്നാലുടൻ ചോദിക്കാന്റി എന്ന് ശ്രുതി പറയുമ്പോ വീട് എന്റെ പേരിലല്ലേ, അപ്പൊ അത് വെച്ച് വാങ്ങിയ കാറാണ് അവൻ വിറ്റത്, ഇതങ്ങനെ വിടാൻ പാടില്ല മോളെ, ഞാൻ ചോദിച്ചാലേ അവൻ ഒരു മറുപടിയും തരില്ല, ചോദിക്കേണ്ട ആള് തന്നെ ചോദിച്ചാ അവൻ മറുപടി തന്നോളും, നിക്ക് അവനിങ്ങ് വരട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്ര അവിടുന്ന് പോകുന്നുണ്ട്. അത് കേട്ട് ശ്രുതിക്ക് ഒരുപാട് സന്തോഷാവുകയാണ്. പിന്നീട് രവിയുടെ അടുത്തേക്ക് ചന്ദ്ര വരുവാണ്. സച്ചി ഇപ്പോ കാറല്ല ഓട്ടോയാ ഓടിക്കുന്നേ, എന്റെ കൂട്ടുകാരി ഭാമ പറഞ്ഞതാ അവള് വഴിയിൽ വെച്ച് അവനെ കണ്ടെന്ന്, പിന്നെ കാർ വിറ്റ കാശ് അവൻ എന്ത് ചെയ്തു എന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോ നിക്ക് എന്താണെന്ന് അറിയാതെ നീ ഒരു തീരുമാനം പറയാതെ ചന്ദ്രേ എന്ന് രവിയേട്ടൻ പറഞ്ഞു കൊടുക്കുവാണ്. കാർ വിറ്റത് തന്നെയാണ്, നിങ്ങളോട് ഒരു വാക്ക് പോലും പറയാതെയല്ലേ അവൻ അങ്ങനെ ചെയ്തത്, അവൻ എന്തോ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്, കാർ വിറ്റ പണം അവൻ പിന്നെ എന്ത് ചെയ്തു, ഇത് പ്രമാണം വെച്ചിട്ടാ അവന് കാർ വാങ്ങിക്കൊടുത്തത്, അതുപോലെ അവൻ മറന്നില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുവാണ്. നിക്ക് ചന്ദ്രേ അവനൊന്ന് വന്നോട്ടെ, ആദ്യം പ്രശ്നം എന്താണെന്ന് അറിയില്ല, നിങ്ങൾ കടം വാങ്ങിച്ചിട്ടല്ലേ അവന് കാർ വാങ്ങിക്കൊടുത്തത് എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് ചന്ദ്ര അവിടുന്ന് പോവുകയാണ്. രേവതി പൂ വാങ്ങാനായി മാർക്കറ്റിലേക്ക് എത്തിയപ്പോ സച്ചി അവിടെ കാർ ഓടിക്കുന്നത് ദൂരെ നിന്നും അവൾ കാണുന്നുണ്ട്. ഇത് സച്ചിയേട്ടനല്ലേ, കാർ എവിടെ പോയി, ഓട്ടോ എന്തിനാ ഓടിക്കുന്നത് എന്നാലോചിച്ചുകൊണ്ട് രേവതി തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. ബിസിനസ്സുകാരി വന്നല്ലോ, നന്നായി ചുറ്റി കറങ്ങിയിട്ടല്ലേ നീ വരുന്നത് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ ഞാൻ ചുറ്റി കറങ്ങാനൊന്നും പോയിട്ടില്ലമ്മേ, കടയിലേക്ക് കുറച്ച് പൂ വാങ്ങണമായിരുന്നു, അത് വാങ്ങിച്ചിട്ട് വരുന്നതാണ് എന്ന് രേവതി പറയുന്നുണ്ട്. അതെ അതെ, ഇനി പൂക്കട മാത്രമല്ലേ നടത്തിക്കൊണ്ട് പോകാൻ പറ്റൂ, നിനക്ക് 24 മണിക്കൂർ നേരത്തേക്ക് അവനെ ജോലി ചെയ്യാൻ കിട്ടിയല്ലോ, നിന്റെ ഭർത്താവ് തന്നെയാണ്, നിന്റെ കടയ്ക്ക് വേണ്ടി ഏത് നേരവും കഷ്ടപ്പെടാൻ അവൻ മുന്നിൽ ഉണ്ടാവുമല്ലോ എന്ന് പറയുവാണ് ചന്ദ്ര. സച്ചിയേട്ടൻ എന്താമേ വേറെ ജോലിയൊന്നുമില്ലേ, ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ച് ശ്രീകാന്ത് വരുവാണ്. അടുത്തത് അത് തന്നെയാണ് നടക്കാൻ പോകുന്നേ, ഈ നിൽക്കുന്നവൾ മാത്രമേ ഇനി ജോലി ചെയ്യൂ എന്ന് ചന്ദ്ര പറയുമ്പോ അമ്മ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ മുഖത്ത് നോക്കി പറയണം, അല്ലാതെ ഇങ്ങനെ ജാട പോലെ സംസാരിക്കരുത് എന്ന് രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്റെ നേരെ ഓർഡർ ഇടാൻ നീ ആയോടി, എന്ത് ചെയ്യാം, നിന്റെ ഭർത്താവ് നിന്റെ ഇഷ്ടത്തിനല്ലേ ഇപ്പൊ നടക്കുന്നേ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണ്. ഇപ്പൊ എന്തിനാ അദ്ദേഹത്തെ പറ്റി പറയുന്നേ എന്ന് രേവതി ചോദിക്കുമ്പോ ഞാൻ എന്തിനു പറയുന്നു, നിന്റെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവൻ നല്ല രീതിയിൽ കാർ ഓടിച്ചാ ജീവിച്ചത്, ഇപ്പൊ കാർ ഓട്ടോ ആയില്ലേ എന്ന് പറയുവാണ് ചന്ദ്ര. ചന്ദ്ര ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് രവിയേട്ടൻ വന്നിരിക്കുവാണ്. ഇവളെ കെട്ടിയതിനു ശേഷം സച്ചിക്ക് പ്രശ്നം തന്നെയല്ലേ, അതുകൊണ്ടല്ലേ ഓട്ടോ ഓടിക്കുന്നത് എന്ന് ചന്ദ്ര പറയുമ്പോ എന്താ അമ്മ ഈ പറയുന്നേ, സച്ചിയേട്ടൻ ഓട്ടോ ഓടിക്കുന്നെന്നോ എന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. കണ്ടില്ലേ അമ്മ, എന്നോട് അയങ്കട വെച്ച് തരാമെന്ന് പറഞ്ഞവനാണ് ഇപ്പൊ അവൻ ആ നിലയിലേക്ക് എത്തി എന്ന് പറഞ്ഞ് ശ്രുതി കളിയാക്കിയപ്പോ രേവതി അവളെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. എന്താടി നീ അവനെ നോക്കി പേടിപ്പിക്കുന്നേ, നീയും നിന്റെ ഭർത്താവും കൂടി എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നേ എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര ദേഷ്യപ്പെടുവാണ്. ചന്ദ്ര ഞാൻ ചോദിക്കാം, നിന്നോട് പറഞ്ഞതല്ലേ, അതിനുള്ളിൽ നീ രേവതി എന്തിനാ ചോദ്യം ചെയ്യുന്നേ എന്ന് പറഞ്ഞ് രവിയേട്ടനും ദേഷ്യപ്പെടുവാണ്. ഇവളോടാ ആദ്യം ചോദിക്കേണ്ടത്, ഇവളറിയാതെ അവനൊന്നും ചെയ്യില്ല രവിയേട്ടാ, എടി സച്ചി കാർ എന്തിനാ വിറ്റത് എന്ന് ചോദിക്കുവാണ് ചന്ദ്ര. രേവതി അവൻ ഓട്ടോ ഓടിക്കുന്ന കാര്യം നിനക്കറിയാമോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോ ഇല്ല അച്ഛാ, ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്, അത് മാർക്കറ്റിൽ വെച്ച് ഞാൻ ഇപ്പൊ ചെന്നപ്പോ എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. കള്ളം പറയാതെടി, നിനക്കിത് മുൻപേ അറിയാമായിരുന്നു, കാർ വിറ്റിട്ട് ഓട്ടോ ഓടിക്കുന്ന കാര്യം നീ എന്തിനു മറിച്ചു വെച്ചു, കാർ വിറ്റ് റോട്ടിലൂടെ അവൻ ഓട്ടോ ഓടിക്കുമല്ലേ എന്ന് ചോദിക്കുവാണ് ചന്ദ്ര.
കാറും റോഡിലൂടെ തന്നെ അമ്മ ഓടിക്കുന്നത്, അല്ലാതെ അത് മാത്രം എന്താ കടലിലൂടെയാണ് ഓടിക്കേണ്ടത് എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. എന്താടി നീ എന്നെ കളിയാക്കുവാണോ? നിനക്ക് മുൻപേ അറിയാമായിരുന്നു, നീ പറയാത്തത് തന്നെയാണ് എന്ന് ചന്ദ്ര പറയുമ്പോ, ഞാൻ അറിഞ്ഞത് അവിടെ ഇരിക്കട്ടെ അമ്മേ, അദ്ദേഹം ഓട്ടോ ഓടിക്കുന്ന കാര്യം അമ്മയ്ക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. അത് കണ്ടവരൊക്കെ പറഞ്ഞു എന്ന് ചന്ദ്ര പറയുമ്പോ, കണ്ടവരെന്ന് പറഞ്ഞ അതാരാമേ എന്ന് ചോദിക്കുവാണ് രേവതി. ഒന്ന് രണ്ടു പേരൊന്നും അല്ല, നാട് മൊത്തം എന്നോട് വന്ന് പറഞ്ഞു. ചന്ദ്ര പറയുന്നത് കേട്ടുകൊണ്ട് സച്ചി അങ്ങോട്ട് വരുവാണ്. അപ്പൊ വീട്ടുമുറ്റത്ത് ഒരു പന്തൽ ഇടുന്നത് അച്ഛാ നല്ലത്. പിന്നെ ഈ കാര്യം പറയാൻ നാട് മൊത്തം വരുവല്ലേ ഇങ്ങോട്ട്, അപ്പൊ സ്ഥലം തികയില്ല, മേലെ ഒരു പന്തൽ കൂടി ഇടാം എന്നൊക്കെ സച്ചി കളിയാക്കുന്നുണ്ട്. എടാ ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് എന്നോട് ചോദിക്ക്, എന്തിനാ ഇവിടെ നിർത്തി ചോദ്യം ചെയ്യുന്നേ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. സച്ചിയേട്ടാ ഇപ്പൊ നിങ്ങൾ കാറാണോ ഓടിക്കുന്നത് അതോ ഓട്ടോ ആണോ എന്ന് ചോദിക്കുവാണ് ശ്രീകാന്ത്. എടാ ഞാൻ ഡ്രൈവറാണ്, അപ്പൊ എല്ലാ വണ്ടിയും ഓടിക്കും എന്ന് സച്ചി പറയുമ്പോ, എന്താടാ പ്രമോഷൻ കിട്ടിയതുപോലെ സംസാരിക്കുന്നേ ഒരു ഓട്ടോ ഓടിക്കുന്നതിന് എന്നൊക്കെ സുധി ചോദിക്കുവാണ്. എനിക്ക് ഇഷ്ടമുള്ള ജോലിയാണ് ഞാൻ ചെയ്യുന്നത്, അതെനിക്ക് അഭിമാനം തന്നെയാണ് എന്ന് സച്ചി അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. സച്ചി നീ ഇവിടെ വന്നിരിക്ക്, നീ സത്യമായിട്ടും ഓട്ടോയാണ് ഓടിക്കുന്നത് എന്ന് രവിയേട്ടൻ ചോദിച്ചപ്പോ, അതെ അച്ഛാ വാടകയ്ക്കാ ഓട്ടോ ഓടിക്കുന്നത് എന്ന് സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതും സ്വന്തമല്ല വാടകയ്ക്കാണ് എന്ന് ചന്ദ്ര പറയുമ്പോ, ആന്റി ഇത്രയും നാള് ഈ വീട്ടിൽ പറയാതെ എല്ലാം മറച്ചു വെച്ചു. സുധി ജോലിക്ക് പോവാത്ത കാര്യം ടിവിയിലെല്ലാം ഇട്ട് കാണിച്ചു കൊടുത്ത ആളല്ലേ, അപ്പോ ഇവൻ കാർ വിറ്റത് മറച്ചു വെച്ചു. ഇതെല്ലാം ശരി, മറ്റുള്ളവർ ചെയ്ത അത് തെറ്റ്, ഇതെങ്ങനെ ശരിയാവും എന്ന് സുധി പറയുന്നുണ്ട്. കറക്റ്റായിട്ടെത്തി അന്ന് സച്ചിയുടെ വിഷയത്തില് എന്തൊക്കെ പറഞ്ഞു, ഇപ്പൊ ഇദ്ദേഹം മാത്രം ഒന്നും പറയാതിരിക്കുന്നു എന്ന് പറഞ്ഞ് വർഷ അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വർഷെ അദ്ദേഹം എന്ത് ചെയ്താലും അതിന് ശക്തമായ ഒരു കാരണം ഉണ്ടായിരിക്കും എന്ന് രേവതി പറയുമ്പോ, അതെ അതെ ഇവൻ വലിയ സിദ്ധനല്ലേ, പറയുന്ന ഓരോ വാക്കും അർത്ഥമുള്ളതായിരിക്കുമല്ലോ, നീ അവനെ സപ്പോർട്ട് ചെയ്യുവാണോടി. രവിയേട്ടാ ഇത്രയും നാള് ഇവൻ നമ്മളെല്ലാരെയും പറ്റിക്കുമായിരുന്നു എന്ന് പറയുവാണ് ചന്ദ്ര. അച്ഛാ പറ്റിക്കുന്ന പണിയൊന്നും എനിക്കറിയില്ല എന്ന് സച്ചി പറയുമ്പോ, കാറ് വിറ്റ് ഓട്ടോ ഓടിക്കുന്നു, അതിവിടെ ആരോടും പറഞ്ഞിട്ടില്ല, അപ്പൊ നീ ചെയ്തിരിക്കുന്നത് പറ്റിക്കുന്ന പണി തന്നെയല്ലടാ എന്ന് സുധി ചോദിക്കുവാണ്. പറ്റിക്കുന്നതിനെ പറ്റി നീ ആണോടെ ക്ലാസ് എടുക്കുന്നത്, നല്ല ആള് തന്നെ എന്ന് പറഞ്ഞിരിക്കുവാണ് സച്ചി. അവനെ നോക്ക്, എന്തോ തെറ്റ് ചെയ്തവനെ പോലെ ഇരിക്കുന്നത്, നിങ്ങളും അത് കേട്ട് ചുമ്മാ ഇരിക്കുന്നു എന്ന് ചന്ദ്ര പറയുമ്പോ, നിങ്ങളെല്ലാവരും സംസാരിക്കുമല്ലേ, നിങ്ങൾ മിണ്ടാതിരുന്നാലല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റൂ, എന്നെ ഒന്ന് ചോദിക്കാൻ വിട് ചന്ദ്രേ, ആ കാറ് നീ എത്ര നന്നായിട്ടാ നോക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അത് വിറ്റ നിനക്കായിരിക്കും കൂടുതൽ സങ്കടം ഉണ്ടാവുന്നത്, എന്നിട്ടും നീ എന്തിനാ കാറ് വിറ്റത് എന്ന് രവിയേട്ടൻ ചോദിക്കുവാണ്. അതെ അച്ഛാ ഞാൻ കാറ് വിറ്റു എന്ന് സച്ചി പറയുമ്പോ, എന്തിനാ കാറ് വിറ്റത്, എന്തിനാ ഓട്ടോ ഓടിക്കുന്നത് എന്നൊക്കെ രവിയേട്ടൻ വീണ്ടും ചോദിക്കുവാണ്. അത് പിന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അച്ഛാ, ആ പ്രശ്നം പറഞ്ഞ അച്ഛൻ ഒരുപാട് വിഷമിക്കും, എന്തിനാ നിങ്ങൾ ഫീൽ ചെയ്യുന്നത്, അതുകൊണ്ടാ പറയാതിരുന്നത്. പക്ഷെ ആർക്ക് എന്ത് സംഭവിച്ചാലും ചിലർക്ക് എന്നെ കുത്തി പറയണം, പിന്നെ മറ്റുള്ളവരെ പോലെ പാർക്കിൽ കിടന്നുറങ്ങാനോ ഭാര്യയെ പറ്റിക്കാനോ ഞാൻ പോയിട്ടില്ല അച്ഛാ, ഓട്ടോ ഓടിച്ച് അധ്വാനിച്ച് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് സച്ചി പറഞ്ഞത് കേട്ട് ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എടാ എല്ലാ ജോലിയും നല്ല ജോലി തന്നെയാണ്, കാറിന് എന്ത് പറ്റി നീ അത് പറയാൻ രവിയേട്ടൻ ആവശ്യപ്പെടുന്നുണ്ട്. അതിവൻ ഒരിക്കലും പറയില്ല, കാർ വിൽക്കാൻ മാത്രം എന്ത് അത്യാവശ്യമായിരുന്നു നിനക്കുണ്ടായിരുന്നത്, നിനക്ക് ആ കാർ വാങ്ങി തന്നത് എന്റെ വീട്ടുപ്രമാണം വെച്ചിട്ടാണ്, അതുകൊണ്ട് നീ എന്തിനാ വിറ്റിയെന്ന് എന്നോട് പറഞ്ഞേ പറ്റൂ എന്ന് പറയുവാണ് ചന്ദ്രമതി. ശരി നീ കാർ വിറ്റു, അതിന് 2-3 ലക്ഷം നിനക്ക് കിട്ടി കാണുമല്ലോ, ആ പണം കൊണ്ട് നീ എന്ത് ചെയ്തു എന്ന് ശ്രുതി ചോദിക്കുമ്പോ, നീ ആ പണം വാങ്ങി ഇവൾക്ക് സ്വർണ്ണം വാങ്ങി കൊടുത്തിട്ടുണ്ടാവും, ഇവളല്ലേ സ്വർണ്ണം വാങ്ങി തരണമെന്ന് നിന്നോട് പറഞ്ഞത്, അതിന് പറ്റാത്തോണ്ട് നീ കാർ വിറ്റ് വാങ്ങി കൊടുക്കാൻ പോവല്ലേ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണ്. അദ്ദേഹം അധ്വാനിച്ച എനിക്ക് സ്വർണ്ണം വാങ്ങി തരാന്ന് പറഞ്ഞത്, ഇതുപോലെ കാർ വിറ്റ് വാങ്ങി തരേണ്ട ഗതികേട് അദ്ദേഹത്തിനില്ല എന്ന് രേവതി ചന്ദ്രയ്ക്ക് മറുപടി കൊടുക്കുവാണ്. അപ്പൊ വേറെ എന്താടി അവൻ ആവശ്യം വന്നത്, കാർ വിൽക്കുന്നതിന് മുമ്പ് ചോദിച്ചിട്ട് ചെയ്യണമായിരുന്നു, അതിവൻ ചെയ്തില്ല, എന്റെ വീട്ടുപത്രം വെച്ചാ ആ കാർ വാങ്ങിയത്, ആ കാർ വിറ്റ് കിട്ടിയ കാശ് എന്റെ കയ്യിലല്ലേ കൊണ്ട് തരേണ്ടത് എന്ന് ചോദിക്കുവാണ് ചന്ദ്ര. കാശ് തരാം, ദേ നിൽക്കുന്ന കണ്ടില്ലേ 55 ലക്ഷം എടുത്തിട്ട് ഓടിയവൻ, അവനോട് ആ കാശ് തരാൻ ആദ്യം പറ, അടുത്ത നിമിഷം തന്നെ ഞാൻ എന്റെ കാശ് സെറ്റിൽ ചെയ്തോളാം എന്ന് സച്ചി പറയുകയാണ്. എനിക്ക് വർക്കുണ്ടമ്മേ ഞാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുധി അവിടെ ഓടി രക്ഷപ്പെടുവാണ്. എന്താ പാർലറമ്മേ കണ്ടില്ലേ നിന്റെ ഭർത്താവ് പണം ചോദിച്ചപ്പോ ഓടി രക്ഷപ്പെട്ടത് എന്ന് സച്ചി പറയുന്നുണ്ട്. എടാ അത് വിട്, ആ കാർ വാങ്ങിയത് എന്റെ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ, അറിയാം നിങ്ങളുടെ വീട്ടുപത്രം വെച്ച് വാങ്ങിയതാണെന്നല്ലേ, അത് തന്നെ പറയാതെ ഞാൻ ഇവനെ പോലെ മറ്റുള്ളവരുടെ പണമെടുത്ത് ഓടുന്നവരൊന്നുമല്ല, ആ കാശ് ഉടനെ ഞാൻ തരും എന്ന് സച്ചി വാക്ക് നൽകുകയാണ്. അതിരിക്കട്ടെ എന്താ നിനക്ക് ഇത്ര വലിയ പ്രശ്നം ഉണ്ടായത്, എന്തിനാ നീ കാർ വിറ്റത് എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോ, അതച്ഛാ ഉറപ്പായും ഒരു ദിവസം ഞാൻ എല്ലാം പറയാം, കാർ വിറ്റ കാശ് അമ്മയുടെ കയ്യിൽ ഞാൻ ഉടനെ കൊടുത്തോളാം എന്ന് മറുപടി കൊടുത്ത് സച്ചി റൂമിലേക്ക് പോവാണ്. കണ്ടില്ലേ അവൻ മറുപടി പറയാതെ പോയത് എന്ന് ചന്ദ്ര പറയുമ്പോ, അതവൻ പറയാമെന്ന് പറഞ്ഞില്ലേ ചന്ദ്രേ, ഈ പ്രശ്നം ഇന്നത്തോടെ അവസാനിച്ചു, അവൻ